ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോൾ കേക്ക് പാക്ക് ചെയ്യാനുള്ള ഒരു ടിപ്സുമായിട്ടാണ്. നമുക്കിതങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടത്തില്ല. ഡോൾ കേക്ക് ബോക്സ് ആയാലും 2 ടയർ കേക്കിൻ്റെ ബോക്സ് ആയാലും അതൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാ കേക്ക് ബോക്സ് വെച്ച് നമുക്കിത് വെച്ച് ഡോൾ കേക്ക് പാക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സെയിം സൈസിൻ്റെ 2 ബോക്സാണ് വേണ്ടത്. 1 kgൻ്റെ ബോക്സ് ആണെങ്കിൽ 1 kgൻ്റെ സെയിം 2 ബോക്സ്, 2 kgൻ്റെതാണെങ്കിൽ 2 kgൻ്റെ സെയിം ബോക്സ്. ഇത് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഇതിനെ ബോക്സാക്കി എടുക്കണം. ഇനി ഇതുപോലെ ഇതും അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഈ സെയിം 2 ബോക്സ് വെച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ സാധാ ഇങ്ങനെയല്ലേ കേക്ക് വെക്കുന്നത്, ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇനി ഇതിങ്ങനെ ഇവിടേക്ക് വെച്ച് ഇങ്ങനെ പിന്നിട്ട് കൊടുക്കണം. ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ പിന്നിട്ട് കൊടുക്കണം. ഇത് 2 പേരുടെ സഹായം വേണം. ഇതിന് ഇങ്ങനെ ഇത് പിടിച്ച് ഇങ്ങനെ കേക്ക് ഇതിനകത്ത് വെച്ച് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിന്നിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. എന്നാലും നമുക്ക് സേഫായിട്ട് കേക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1 kgൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 kgൻ്റെ ബേസ് അല്ല, 2 kgൻ്റെ ബേസാണ് വെക്കേണ്ടത്. കുറച്ച് വലിയ ബേസ് തന്നെ വെക്കണം. 2 kgൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 3 kgൻ്റെ ബേസ് വെക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോക്സും എടുക്കണം. 3 kgൻ്റെ ബേസ് വെച്ചിരിക്കുന്നെങ്കിൽ 3 kgൻ്റെ ബോക്സ് എടുക്കണം. സെയിം 2 ബോക്സ്. 2 kgൻ്റെ ബേസാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 2 kgൻ്റെ ബോക്സ് എടുത്താൽ മതി. സെയിം ബോക്സ് 2 ബോക്സ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കേക്ക് ചെറുതും ബേസ് വലുതുമാകുമ്പോൾ ഇങ്ങനെ ടച്ച് ആകത്തില്ല കേക്ക്. അതിനാണ് ഞാനിങ്ങനെ പറയുന്നത്. കുറച്ച് വലിയ ബേസും വലിയ ബോക്സും എടുക്കണം. ബേസ് വലുതായാൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കേക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഈ ബോക്സിലേക്ക് ടച്ച് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ സേഫായിട്ട് നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 kgൻ്റെ ബേസ് ഞാൻ പറഞ്ഞല്ലോ. 1 kgൻ്റെ കേക്കാണെങ്കിൽ 2 kgൻ്റെ ബേസ് എടുക്കണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബോക്സും വലുതാക്കണം. ഇതിൻ്റെ ലെങ്ത്ത് കുറേ കൂടും നമുക്ക്. അങ്ങനെ കുറേ കൂടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ലെങ്ത്ത് കുറേ അധികമാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, കേക്ക് ചിലപ്പോൾ അത്ര ഹൈറ്റുണ്ടാവത്തില്ല. ഇത്രയായിരിക്കും ഹൈറ്റുണ്ടാവുക. കേക്കിൻ്റെ ലെങ്ത്ത് ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ബോക്സ് കുറേ ലെങ്ത്ത് കുറേ കൂടിയിരിക്കും, കുറേ അധികമായിരിക്കും. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ബോക്സ് വലുതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്കതിങ്ങനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ കവറിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് അത്ര വലിയ കവറൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. നമുക്ക് അങ്ങനെ വീട്ടിലുണ്ടാകത്തില്ല. അപ്പോൾ അതിന് ബോക്സിൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ അറ്റം വരെ, ഇവിടെ നിന്ന് ഈ അറ്റം വരെ കട്ട് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് ബോക്സിൻ്റെ ഇത് ഇവിടെ കട്ട് ചെയ്താൽ മതി, നീളം കുറച്ചാൽ മതി.
2 ബോക്സും സെയിം സൈസിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇത്ര കട്ട് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്രയാകുമ്പോൾ ഇങ്ങനെ കേക്കിൻ്റെ ലെങ്ത്ത്, ബോക്സിൻ്റെ ലെങ്ത്ത് കുറയും. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ പിന്നിട്ടടിച്ചാൽ മതി. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഇനി ട്രൈ ചെയ്ത് നോക്കാം.